50 രൂപയ്ക്ക് സ്വർണം വാങ്ങിക്കാൻ പറ്റുമോ? എൻ്റെ ഒരു 50 പവൻ്റെ സ്വർണ്ണം ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം. ഞാനത് വിറ്റിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ? സാധാരണ വീട്ടിൽ ജ്വല്ലറി വാങ്ങി വയ്ക്കുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ചാൽ ജ്വല്ലറി ആണെങ്കിൽ മേക്കിംഗ് ചാർജസ് ഉണ്ട്. ഇവിടെ അതില്ല. എന്ന് വെച്ചാൽ ഏകദേശം 1 ലക്ഷം രൂപ ഇട്ടത് 2.5 ലക്ഷം രൂപയായി. 8 വർഷം കൊണ്ട്. RBI ഗവൺമെൻറ് ഇറക്കിക്കണതാണ്, 8 കൊല്ലം മുന്നേ ഇറക്കിയിട്ടുള്ളതാണ്. നമ്മൾ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ ഒരു ബോണ്ടായിട്ട് RBI ഇറക്കിയാണ്. അപ്പോൾ RBI ഇറക്കുമ്പോൾ നമുക്ക് സുരക്ഷിതത്തിനെ പറ്റി പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നേരിട്ട് സാധനങ്ങൾ വാങ്ങി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു പോകലും കൂടി അവിടെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ എനിക്കിത് വേണമെങ്കിൽ പണയം വയ്ക്കാം, എനിക്ക് ഓഫീസിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് കിടക്കാം. അപ്പോൾ ഇവർക്കൊരു ഒരു കോൺഫിഡൻസ് ആണ് ഈ ഗോൾഡ് ഉള്ളത്. ഞാൻ 3 ഗോൾഡിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഒന്നെന്ന് പറഞ്ഞാൽ ETF എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും നമ്മുടെ ആളുകൾക്ക് സാമ്പത്തികമായ അച്ചടക്കവും അവർക്ക് സാമ്പത്തിക സ്ഥിതിയിൽ വലിയൊരു മാറ്റം ഉണ്ടാകണമെന്നുള്ളത് നമ്മുടെ ഈ പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിൻ്റെ വലിയൊരു ഇൻറ്റൻഷനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിഖിലുമായിട്ട് നമ്മൾ ലോങ് ടേമിലേക്ക് ഇങ്ങനത്തെ ഒരു കോണ്ടൻറ്റുകൾ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ 1-to-1 ഡിസ്കഷൻ വേണമെന്നുണ്ട്, ഡെഫിനറ്റ്ലി നിഖിലിൻ്റെ ടീമും നിങ്ങളെ സഹായിക്കാനുണ്ട്. പെൻറ്റാഡ് സെക്യൂരിറ്റി സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഇതൊക്കെ എനിക്ക് പറയാം കേട്ടോ, ഇതൊക്കെ പരസ്യമാണ് നിങ്ങൾക്ക് വേണ്ടി പറയാം. ഈ സത്യത്തിൽ ഈ പരസ്യം എന്ന് പറയാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് പരസ്യം ചെയ്യാൻ പാടില്ല, എനിക്ക് പറയാമല്ലോ. അങ്ങനെയല്ല, എപ്പോഴും ശരിക്കും ആസ് എ വ്ളോഗർ എൻ്റെ ഒരു എക്സ്പീരിയൻസുകൾ പറയാമല്ലോ. അപ്പം നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ വേണമെങ്കിൽ ഇന്നൊരു ഞാൻ ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ഇൻഡിവിജ്വലായിട്ട് എവിടെ പോയി സംസാരിക്കുമ്പോഴും ഞാൻ ഒരിക്കലും എനിക്കിത് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനാണ് നമ്മുടെ ഇൻറ്റൻഷൻ. അപ്പം ഇന്നത്തെ ഒരു വളരെ രസകരമായിട്ട് ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ആളുകൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ അയക്കുന്നത്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ പ്രിപ്പയർ വെച്ചു. അതുകൊണ്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത്. ഈ 50 രൂപ നമ്മുടെ അമീനുണ്ടല്ലോ, ഞങ്ങളുടെ ഓഫീസിലെ അമീൻ PTM വഴി 100 രൂപക്ക് സ്വർണ്ണം മേടിച്ചു, 50 രൂപക്ക് സ്വർണ്ണം മേടിച്ചു പറയുമ്പോൾ എനിക്ക് ആദ്യം ഈ സാധനം കത്തിയിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 50 രൂപയ്ക്ക് സ്വർണം വാങ്ങിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ പണിക്കൂലി ഇല്ലാതെ എങ്ങനെ നമുക്ക് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പണിക്കൂലി ഇല്ലാതെ എങ്ങനെ നമുക്ക് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ല, ഇതേ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മൾ മലയാളികൾക്ക് എല്ലാവരും, എനിക്ക് ഗോൾഡ് ഇല്ലാത്ത ആൾക്കാരില്ല. ഇപ്പോൾ ചില ടൈമിലൊക്കെ ഓഫീസിലൊക്കെ ചെറിയ വളരെ കഷ്ടപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർ വീഡിയോ കണ്ടിട്ട് എന്തൊരു ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നൊക്കെ വിചാരിച്ചിട്ട് 1000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അവരൊക്കെ വരുന്ന അവർക്കും ഉണ്ടാവും ഒരു 10 പവൻ്റെയൊക്കെ ഗോൾഡ് എങ്ങനെയെങ്കിലും കൂട്ടി വെച്ചിട്ടതൊക്കെ, എന്നിട്ട് അത് ലോണും വെച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അവർക്കുള്ളൊരു ആശ്വാസം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ എനിക്കിത് വേണമെങ്കിൽ പണയം വയ്ക്കാം, എനിക്ക് ഓഫീസിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് കിടക്കാം. അപ്പോൾ ഇവർക്കൊരു ഒരു കോൺഫിഡൻസ് ആണ് ഈ ഗോൾഡ് ഉള്ളപ്പോൾ, ഓർണമെന്റ്സ് ഉള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പിള്ളേർക്ക് ആ ഓർണമെന്റ്സിനോടുള്ള ഒരു താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഗോൾഡ് എന്ന് പറഞ്ഞാൽ അസറ്റ് ക്ലാസ് നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നാം അധികം വിവരമൊന്നും വേണ്ട. ഗോൾഡിൻ്റെ പ്രൈസ് കൂടും, ഹിസ്റ്റോറിക്കലി ഹൈലി പ്രൂവൺ സാധനമാണ്. കാരണം ഇത്രയും നാളായിട്ട് ഗോൾഡ് എന്ന് പറഞ്ഞൊരു കമ്മോഡിറ്റിയാണ്. അതിലൊരു ഇൻഫ്ലേഷൻ സംഭവിച്ചുകൊണ്ട്, പണപ്പെരുപ്പ് സംഭവിച്ചുകൊണ്ട് അതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഇന്ന് ഗോൾഡ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇന്നത്തേക്കാളും കുറച്ചും കൂടി വിലയിൽ വിൽക്കാം എന്നുള്ളത് നമുക്ക് ഒരു ആശ്വാസമാണ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം, അല്ലെങ്കിൽ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ എല്ലാ വീട്ടിലും ഉണ്ടാകും ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗോൾഡ് വാങ്ങണമെങ്കിൽ, ഇപ്പോൾ ആമി വാങ്ങി എന്നൊക്കെ പറഞ്ഞാൽ അത് ഡിജിറ്റൽ ഗോൾഡാണ് അന്ന് വാങ്ങിയത്. അതായത് ഞാൻ പറഞ്ഞത് വേണ്ട, മ്യൂച്വൽ ഫണ്ട് മതി എന്ന് പറഞ്ഞാൽ ഞാൻ ആക്കിയിട്ട് ചെയ്യിപ്പിച്ചു. അത് ഡിജിറ്റൽ ഗോൾഡിനും തെറ്റൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് 100 രൂപയ്ക്കും 50 രൂപയ്ക്കൊക്കെ വാങ്ങാം. ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞ ഗോൾഡിൽ ഞാൻ 3 ഗോൾഡിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഒന്നെന്ന് പറഞ്ഞാൽ ETF എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ നമുക്ക് ഓരോ യൂണിറ്റായിട്ട്, അതിൻ്റെ പേര് യൂണിറ്റായിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ അതിന് ഇപ്പം 50 അല്ലാന്ന് തോന്നുന്നു, ഇപ്പോൾ 60 രൂപ ആയിരുന്നു തോന്നുന്നു. കാരണം പ്രൈസ് ഇത്തിരി കൂടി, ഞാൻ അന്ന് വീഡിയോയും 50 രൂപ വരുന്നു. അപ്പോൾ ആ രൂപയ്ക്ക് നമുക്ക് ഒരെണ്ണമായിട്ട് വാങ്ങി നമ്മുടെ അക്കൗണ്ടിൽ ഷെയർ വെക്കണ പോലെ തന്നെ വെക്കാം. അതിൽ വലിയ എക്സ്പെൻസ് റേഷ്യോ ഒന്നുമില്ല. അത് വളരെ സിമ്പിളായിട്ട് ഈ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ചെയ്യാം. ഇനി ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ
ETF പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഈ പറഞ്ഞ ഇതൊന്നും ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഞാൻ ചെയ്യണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് SIP ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഡിമാറ്റിലാണെങ്കിൽ ETF ഇത്തിരി ബുദ്ധിമുട്ടാണ് SIP ആയിട്ട്. ഇതാകുമ്പോൾ ഓട്ടോമാറ്റിക് എൻ്റെ മോള് ജനിച്ചെന്ന് തുടങ്ങിയിട്ട് ഞാൻ 12 വയസ്സായി മോൾക്ക്. അപ്പോൾ ജനിച്ചെന്ന് തുടങ്ങിയിട്ട് ഞാൻ ഇത്തിരി എല്ലാ മാസവും SIPയിൽ ഗോൾഡ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ എനിക്ക് തോന്നുന്നു മോള് 12 വയസ്സ് പറഞ്ഞാൽ പുള്ളിക്ക് അങ്ങനെ ജനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 2000 താഴെയുള്ളൂ തോന്നുന്നു ഗോൾഡിൻ്റെ വില. അന്ന് തുടങ്ങിയിട്ട് എല്ലാ മാസവും ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മ്യൂച്വൽ ഫണ്ട് പറഞ്ഞ് ETF പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ വളരെ നന്നായിട്ടുള്ള സാധനമാണ് ഗോൾഡ് സോവറിൻ ബോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇപ്പോൾ RBI ഗവൺമെൻറ് ഇറക്കിക്കണതാണ്, 8 കൊല്ലം മുന്നേ ഇറക്കിയിട്ടുള്ളതാണ്. നമ്മൾ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ ഒരു ബോണ്ടായിട്ട് RBI ഇറക്കിയാണ്. അപ്പോൾ RBI ഇറക്കുമ്പോൾ നമുക്ക് സുരക്ഷിതത്തിനെ പറ്റി പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അതിൻ്റെ 8 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ പൈസ എടുക്കുന്ന ടൈമിൽ ടാക്സ് ഫ്രീ ആണ്. എത്ര രൂപ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ETF-ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണം. ഇതിലാകുമ്പോൾ 8 വർഷം ഞാൻ ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടിയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഗോൾഡ് വാങ്ങി വെച്ചാൽ ഇതിന് വരുമാനമൊന്നുമില്ല. പക്ഷേ ഈ ബോണ്ടിലാണെന്നുണ്ടെങ്കിൽ 2.5% എല്ലാ വർഷവും ഓരോ വർഷം നമുക്ക് പലിശയായിട്ട് ഇങ്ങോട്ട് കിട്ടുന്നു. മനസ്സിലായി, ഇൻട്രസ്റ്റ് ബേസിൽ. അപ്പോൾ സാധാരണ ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റും സോവറിൻ ഗോൾഡ് പറ്റില്ല എന്ന് പറയും, കാരണം ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാൽ എനിക്കൊരു മറുചോദ്യമുണ്ട്. അല്ലാണ്ട് ഒരു ഞാനിതിൻ്റെ പരിഹാരമല്ലാട്ടോ പറഞ്ഞത്. ഇപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാമല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടിട്ടുള്ള പലിശ നിങ്ങൾ ചിലപ്പോൾ പുറത്ത് കൊടുക്കും. അതേമാതിരി തന്നെ 2.5% കൊടുത്താൽ പോരെ, അതിന് ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഗോൾഡിൽ ഇത് കിട്ടുമല്ലോ. ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ബിലീഫ് സിസ്റ്റത്തിന്റെ ഭാഗമാണല്ലോ. അതെ, ഇപ്പൊ പലിശ എമൗണ്ട് ചിലപ്പോൾ ബാങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നും അറിയാതെ ചിലപ്പോൾ 30 രൂപ ക്രെഡിറ്റ് ആവും. അപ്പം നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്ന പറയാം, ആ കാശ് എടുത്തിട്ട് പബ്ലിക് ഒരാൾക്ക് റോഡ് ഉണ്ടാക്കാൻ പൈസയോ അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് ഷെഡോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മാറ്റണം. അത് വേറൊരു തലമായതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് ഇപ്പൊ ഇന്ന് ഞാൻ 2000 രൂപയുടെ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 4 വർഷം കഴിയുമ്പോൾ ഗോൾഡിന്റെ പ്രൈസ് അത്ര അല്ലല്ലോ, അത്ര ഹൈക്കിലേക്ക് വരും. അപ്രീസിയേഷൻ നിങ്ങൾക്ക് എടുക്കാം. ഈ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും കാണാതെ ഇഷ്ടമല്ല അവർക്ക്, കാരണം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രി വരും. അപ്പോൾ ഇഷ്ടമല്ലെന്ന് വെച്ചാൽ അവർ പറഞ്ഞാൽ എൻ്റെ, കാരണം അവർക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല ജോലിയുണ്ട്, ഇവർക്ക് ഈ പറഞ്ഞ ഇൻട്രസ്റ്റിലുണ്ടൊക്കെ ജീവിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ എടുക്കാറില്ല. അപ്പോൾ അവർ ചെയ്യണ കാര്യം വെച്ചാൽ ഈ പൈസ എടുത്തിട്ട് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യണം. അപ്പോൾ ഈ സാധനം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ ചോദിക്കുന്നത് അപ്രീസിയേഷൻ എടുക്കാം. ഞാൻ നിർബന്ധമല്ല പറഞ്ഞത്, ഞാൻ ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 3 തരത്തിൽ വേണമെങ്കിൽ ഗോൾഡിനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും സംഭവിക്കണമെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് എത്രയാണോ അത് ലോക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് അവർ ഗോൾഡ് വാങ്ങി വയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്യൂരിറ്റിനെ പറ്റി പറയേണ്ട കാര്യമില്ല. നമുക്കിതിൻ്റെ സാധാരണ വീട്ടിൽ ജ്വല്ലറി വാങ്ങി വയ്ക്കുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ചാൽ ജ്വല്ലറി ആണെങ്കിൽ മേക്കിംഗ് ചാർജസ് ഉണ്ട്. ഇവിടെ അതില്ല. ഈ മേക്കിംഗ് ചാർജസിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ എൻ്റെ മോൾക്ക്, ഇപ്പം മോനൊക്കെ എപ്പോഴും നമ്മൾ 28-90 നടത്തുമ്പോൾ നമ്മുടെ അച്ഛനൊക്കെ ആയിട്ട് ഗോൾഡൊക്കെ കൊണ്ട് ഇടും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ മുകളിലേക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ 1-2 പവൻ്റെ കമ്മലും വളയൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവും, ഡെഫിനറ്റ്ലി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് പിന്നെ അതുമല്ല, ഇപ്പോൾ ചിലപ്പോൾ ലോക്കറ്റൊക്കെ അതൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ഇതൊന്നും നമ്മൾ എനിക്ക് തോന്നുന്നു എല്ലാവരും എടുത്ത് വയ്ക്കുന്നു. എനിക്ക് പണ്ടത്തെ നമ്മുടെ അമ്മമാരൊക്കെ കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കുമെന്ന്. ഇപ്പം നമ്മുടെ ഭാര്യമാരൊന്നും അത്ര വലിയ കൺസേൺ ഒന്നുമില്ല. അപ്പം ഇങ്ങനെയും ഗോൾഡ് പോകുന്നുണ്ട്. ആഫ്റ്റർ ഓൾ നമ്മൾ വാങ്ങി മുതൽ പോയാ. അപ്പോൾ ഈ നേരിട്ട് സാധനങ്ങൾ വാങ്ങി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു പോകലും കൂടി അവിടെ ഉണ്ട്. ഈ സാധനം നഷ്ടം അവിടെ വരുന്നുണ്ട്. ഇതിലങ്ങനെയൊന്നുമില്ല. ഇത് കിട്ടല് മാത്രമേ അവിടെ വാങ്ങി നമ്മൾ തൊടുന്നില്ലല്ലോ, എല്ലാവരും ഡിജിറ്റലല്ലേ. ഇതെന്താണെന്നറിയോ, ഇതിനൊരു സൈക്കോളജിക്കലി പ്രശ്നമുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ്സിനോട് ഗോൾഡ് മേടിച്ച് വെച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഗോൾഡ് മേടിക്കുക എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് എന്താ വരുന്നറിയോ, ജ്വല്ലറിയിൽ പോവുക, പോയി നെക്ലസ് ഇടുക, ഇട്ടിട്ട് വീട്ടിൽ വരിക, അവർ തന്നെ പേഴ്സ്, ഗിഫ്റ്റ്, ഇതൊക്കെയാണ് സാധാരണ ആൾക്കാരുടെ മനസ്സ്. പക്ഷേ അതല്ലാത്ത മറ്റൊരു തലം ഉണ്ട്. അതാണ് ഏറ്റവും വാല്യൂ. നിങ്ങൾ പറഞ്ഞാൽ മേക്കിംഗ് ചാർജ് കൊടുക്കണ്ട, ഇത് നാളെ തേയ്മാനത്തിൻ്റെ പൈസ കൊടുക്കണ്ട, എന്നാൽ അതിന് വാല്യൂ ഉണ്ട് താനും. അപ്പം നമ്മൾ ഗോൾഡ് വാങ്ങണ രണ്ടായിട്ട് ടാഞ്ചിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഗോൾഡിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുക. ഒന്ന്
നമ്മുടെ ആവശ്യത്തിനുള്ള അത് ജ്വല്ലറി ആയിട്ട് വാങ്ങി വെച്ചോ. ഇപ്പോൾ നമ്മുടെയൊക്കെ ഫാമിലിയിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മുടെ ചില സ്ത്രീകൾക്കൊക്കെ ഗോൾഡ് ഇടുന്നത് ഇഷ്ടമാണ്. അത് ശരിക്കും പറഞ്ഞ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണല്ലേ. ഇപ്പോൾ അതിപ്പോൾ ചിലപ്പോൾ എൻ്റെയൊക്കെ ചില ഇപ്പോഴത്തെ ഞാൻ കണ്ടിട്ടില്ല, പണ്ടത്തെ ജനറേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ എല്ലാ 2 വർഷം കൂടുമ്പോഴും ഗോൾഡ് മാറ്റി വാങ്ങാൻ പോകും. ഈ മാറ്റി വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞ സാധനം അതിൽ ഈ പറഞ്ഞ പണിക്കൂലി ഒന്നുമില്ല. അപ്പോൾ ഓരോ ടൈമിലും പണിക്കൂലി കുറഞ്ഞ് സത്യത്തിൽ നമ്മുടെ ഗോൾഡിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കുറഞ്ഞിട്ടാണ്. അപ്പോൾ ഗോൾഡ് എന്ന അസറ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഓപ്ഷൻ ഒന്ന് ETF ചെയ്യുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുക, അല്ലെങ്കിൽ ഗോൾഡ് സോവറിൻ ബോണ്ടിൽ കൂടെ. ഗോൾഡ് സോവറിൻ ബോണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യണ ഒരു കാര്യമാണ്. ഈവൻ എന്നോട് പലപ്പോഴും മുസ്ലിംസ് എന്നോട് പലവരും വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 1-to-1 അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് സംസാരിക്കാം. മനസ്സിലായി. ഇപ്പോൾ ഇബാദ എൻ്റെ അടുത്ത് പബ്ലിക്കലി അല്ലാണ്ട് ഇബാദ എൻ്റെ അടുത്ത് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ അടുത്ത് പറയും. കറക്റ്റ്. അപ്പം എനിക്കും എൻ്റെ കാര്യങ്ങൾ പറയാം. അതിൽ ഇബാദിന് സ്വീകാര്യമായിട്ടുള്ള കാര്യം ഇബാദിന് എടുക്കാം. അപ്പോൾ എൻ്റെ ഒരു സൊല്യൂഷൻ പറയണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഷെറിയ മോഡലല്ല പറയണത്. നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടായിട്ട് ഗോൾഡിൻ്റെ സോവറിൻ ബോണ്ടിലിടും, എന്നിട്ട് 2% കിട്ടുന്ന ഇൻട്രസ്റ്റ് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ശരിക്കും സേവിങ്സ് അക്കൗണ്ടിൽ മിക്കവാറും 3%, 4% വരുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ പുറത്തെടുത്ത് കൊടുക്കുന്നത്. മനസ്സിലായി. ഞാനിതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വർഷം കഴിഞ്ഞ് വിൽക്കുന്ന സമയത്ത് ഇതിന് ടാക്സ് കൊടുക്കണ്ട. അത് ഭയങ്കര മെച്ചോർഡ്. കാരണം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സോവറിൻ ബോണ്ട് ഇപ്പോൾ മെച്ചോർഡ് ആയിട്ടുണ്ട്. അത് ഞാൻ ഇതിനെ പറ്റിയിട്ട് വീഡിയോ പണ്ട് ചെയ്തിരുന്നു. അത് 12% ഗ്രോത്ത് കിട്ടി, ടാക്സ് ഫ്രീ. ടാക്സ് ഫ്രീ 12% ഭയങ്കര വലിയ റിട്ടേണാണ്. എന്ന് വെച്ചാൽ ഏകദേശം 1 ലക്ഷം രൂപ ഇട്ടത് 2.5 ലക്ഷം രൂപയായി 8 വർഷം കൊണ്ട്. പിന്നെ 2.5% ഈ ഇൻട്രസ്റ്റും കിട്ടി. അപ്പോൾ 14% കിട്ടിയിരിക്കണത് റിട്ടേൺ. ഗോൾഡിനാണെങ്കിൽ 12% ഉള്ളൂ ശരിക്കും ഗോൾഡിൻ്റെ വളർച്ച. ഈ 2.5% കൂടി 14% റിട്ടേൺ കിട്ടി. ഇൻട്രസ്റ്റ് കൂടി വരുമ്പോൾ അപ്പോൾ ഗോൾഡിൻ്റെ റിട്ടേൺ ഒന്നും കൂടി പൊലിപ്പിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ, നിങ്ങൾ ഇതിന് ആൻസർ വ്യക്തമായിട്ട് പറഞ്ഞു കേട്ടോ. ചോദിച്ചാൽ ഞാൻ പറയും. അതായത് ഇപ്പം ഞങ്ങൾ ഒരു കല്യാണം കഴിക്കണ ഒരു പെൺകുട്ടിക്ക് സാധാരണഗതിയിൽ ഗിഫ്റ്റായിട്ട് ചിലപ്പോൾ 100 പവൻ 101 പവനൊക്കെ കൊടുക്കും. അതായത് ആ മൊമെൻറ്റിൽ ആ ഒരു ഇവൻറ്റിലാണ് ഇതൊക്കെ ഇവർ അണിയുന്നത്. പിന്നെ ഇവർ അണിയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് സ്വർണ്ണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യണം? ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ എന്ത് ചെയ്യണമെന്നില്ല. ഫസ്റ്റത്തെ കാര്യം വെച്ചാൽ ഇത് ആ പെൺകുട്ടിയുടെ കസ്റ്റഡിയിൽ വെക്കാനുള്ള കഴിവ് പെൺകുട്ടിക്ക് ഉണ്ടാവണം. ആ പെൺകുട്ടിക്ക് അതിനുള്ള തൻ്റെ ഇടം ഉണ്ടാവണം. അത് ഫസ്റ്റ് കാര്യം. ആസ് എ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ നിങ്ങൾ എന്ത് പറയും? എൻ്റെ ഫസ്റ്റത്തെ കാര്യം അതാണ്. ഈ ഗോൾഡ് ആ പെൺകുട്ടിയുടെ ഗോൾഡാണ് പെൺകുട്ടിയുടെ പേരിൽ ഇരിക്കണം എന്നുള്ളത് ഫസ്റ്റത്തെ കാര്യം. എന്നുവെച്ചാൽ ഓണറുടെ പേരിലിരിക്കണം, ദാറ്റ്സ് ഓൾ. ആക്ച്വലി ഓണർ എന്ന് വെച്ചാൽ ഭർത്താവല്ല, പെൺകുട്ടിയാണ്. ഇനി നിങ്ങൾ ഇത് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഭാര്യയും ഭർത്താവും സ്നേഹത്തിലുള്ള ടൈമിൽ എല്ലാം നമ്മളുടെയാവും. ഇത് നമ്മളാവരുത് ഈ സാധനത്തിൽ. ഇത് ഞാനത് വളരെ ക്ലിയർ. ഇപ്പോൾ പെൺകുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ബിസിനസ്സിൻ്റെ ടൈമിൽ സഹായിക്കണം. ഗോൾഡ് പണി കൊടുത്തോ, പക്ഷേ ആ ബിസിനസ്സിൽ പാർട്ട്ണർ ആയിരിക്കണം പെൺകുട്ടി. ദാറ്റ്സ് ഓൾ. ഇപ്പോൾ 100 പവൻ്റെ ചിലപ്പോൾ ഫസ്റ്റ് എൻ്റെ അടുത്ത് വിൽക്കും. എന്നിട്ട് ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാക്ക്. എന്നിട്ട് ഭാര്യനെയും കൂടിയും പകുതിയാണ് എത്രയാണെന്ന് വെച്ചാൽ ആ ക്യാപിറ്റലിന് കാണിച്ചിട്ട് പാർട്ട്ണറാക്കിയിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യും. ഇത് പറയാനുള്ള മൈൻഡ് സെറ്റ് പെൺകുട്ടിക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഉണ്ടാവണം. ഫസ്റ്റത്തെ ഉണ്ടാവണം. ഇതാണ് സ്വർണം എങ്ങനെ ഇരിക്കണം എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം. ഇത് ഞാൻ എൻ്റെ വൈഫിൽ നിന്ന് ഒരു 50 പവൻ മേടിച്ചാൽ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാൽ നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് ഭാര്യനെ എൻ്റെ അത് പാർട്ട്ണറാക്കണം. അല്ലേ? ഭാര്യയുടെ പൈസ അല്ലേ ഇത്. ഇനി നിങ്ങൾക്ക് ഭാര്യയോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ എക്സ്ട്രാ പാർട്ട്ണർഷിപ്പ് കൊടുക്കുന്ന വേറെ വിഷയം, അത് വേറെ കാര്യം. ഞാനിപ്പോൾ അവരുടെ കാശ് ക്യാപിറ്റൽ കൊണ്ടുവന്നതിനെ പറ്റി ഞാനീ പറയണത്. ഇത് അവർക്ക് കിട്ടിയ ഗിഫ്റ്റ് അല്ല, നിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് അല്ല. കറക്റ്റ്. അവർക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. ഇത് അപ്പോൾ അത് ഞാൻ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഫസ്റ്റത്തെ കാര്യം. ഞാനിവിടെ വലിയ മോറൽ പോലീസ് കളിക്കണം എന്നല്ല കേട്ടോ. അല്ലല്ല, എനിക്കറിയാം. പിന്നെ അല്ല ഇത് എങ്ങനെ വ്യാഖ്യാനിക്കാം? അല്ല, നിങ്ങളത് കറക്റ്റായിട്ട് അഡ്വൈസ് ആണ് ചെയ്യുന്നത്. ഞാൻ വേറെ ഓപ്ഷൻ ചോദിക്കട്ടെ, ഒരു സെക്കൻഡ് ഓപ്ഷൻ. എൻ്റെ ഒരു 50 പവൻ്റെ സ്വർണ്ണം ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം. ഞാനത് വിറ്റിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ?
അല്ല, വിറ്റിട്ട് ഗോൾഡിനേക്കാളും നല്ല ഇൻവെസ്റ്റ്മെന്റ് കണക്കാക്കി ചെയ്യണമെങ്കിൽ എനിക്ക് വലിയ അഭിപ്രായമില്ല. കാരണം വെച്ചാൽ ഓൾറെഡി ഫിസിക്കൽ ഗോൾഡായിട്ട് മനസ്സിലായി, ഫിസിക്കൽ ഗോൾഡാണെങ്കിൽ വാങ്ങിക്കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അതിൽ പണിക്കൂലിയൊക്കെ നിങ്ങൾ കൊടുത്തു. അപ്പം നിങ്ങൾ ഇപ്പോൾ മിക്കവാറും കല്യാണം കഴിഞ്ഞ് ഒറ്റയടിക്ക് കിട്ടിയേക്കണമെങ്കിൽ 100 രൂപ ഗോൾഡിന് ഏകദേശം 80 രൂപ വിലയുള്ളൂ. കാരണം 20 രൂപയോളം പണിക്കൂലിയൊക്കെ ആയിട്ട് തീർന്നിരിക്കണം. അപ്പോൾ അതിനൊരു 20% അപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ കോസ്റ്റായിട്ട് മീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തിനാ പറയുക നഷ്ടത്തിൽ വിൽക്കണം, അത് അവിടെ ഇരുന്നോട്ടെ എന്നുള്ളത് എൻ്റെ ഫസ്റ്റ്. കാരണം ഗോൾഡും ഒരു അസറ്റ് ക്ലാസ് ആണ്. അപ്പോൾ അത് അവിടെ ഇരുന്നോട്ടെ എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ഒരു തിങ്കിങ്. ഞാൻ പറഞ്ഞത് ഒരു അഡ്വൈസർ ഒന്നും കേട്ടോ. എൻ്റെ ഗോൾഡ് അങ്ങനെ ഞാൻ എൻ്റെ ഗോൾഡ് അങ്ങനെ ചെയ്യും. നിങ്ങളതാ ചെയ്യുന്നുണ്ടോന്ന് അറിയാനോ, ഞാൻ ഫോളോ ചെയ്യണ്ടേ? അല്ല, അപ്പം ഞാൻ ചെയ്യണതല്ല എനിക്ക് പുറത്തും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഗോൾഡ് ആവശ്യത്തിനുണ്ട്. കാരണം വൈഫിൻ്റെ ഗോൾഡ് എന്ന് വെച്ചാൽ വൈഫിൻ്റെ പേരിൽ തന്നെ ഗോൾഡ് ഇരിപ്പുണ്ട്. അത് ഞങ്ങളിങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ബുദ്ധിപരമായിട്ടുള്ള ഒരു പണിയും ചെയ്തിട്ടില്ല. അവിടെ അത് ഗോൾഡല്ലേ, ഗോൾഡും ഒരു അസറ്റ് അല്ലേ. ഇപ്പം ഞങ്ങളുടെ മൊത്തം ഫാമിലിയുടെ സ്വത്ത് നോക്കണമെങ്കിൽ ഗോൾഡ് സ്വത്താണ്, നമ്മുടെ ഫ്ലാറ്റ് സ്വത്താണ്, അതെല്ലാവരും അസറ്റുകളാണ്. അപ്പോൾ അത് നമ്മളിന് എന്തു പറഞ്ഞാലും നമുക്ക് അറിയാതെ കിട്ടിപ്പോയി, നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ അത് പിന്നെ ഇതിന് ഒത്തിരി സെൻറ്റിമെൻറ്റ്സ് വാല്യൂ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ഗോൾഡ് വിൽക്കാന്നൊക്കെ പറഞ്ഞാൽ വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടും. സെന്റിമെന്റ്സ് വാല്യൂ അത് ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ആ സെൻറ്റിമെൻറ്റ്സ് താങ്ങാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് ജോലിയുള്ളൂ എൻ്റെ വീട്ടിൽ. ഇനി എനിക്ക് വേറെ ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലൊക്കെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കും. അപ്പോൾ ഇനി പിന്നെ ഈ വിൽക്കേണ്ടതും റീഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ നമുക്ക് നോക്കണം ആ റീഇൻവെസ്റ്റ് ചെയ്യണതിന് അത്രയും ആവശ്യമുള്ള കാര്യമാണെന്നുള്ളത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിളാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ അസറ്റ് ക്ലാസ് നമുക്ക് വേണം, അവിടെ ഇരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ. കാരണം ഗോൾഡിൻ്റേതായ ഒരു ആവശ്യമുണ്ട് നമ്മുടെ ഒരു അസറ്റിൽ. ഇപ്പോൾ ചിലപ്പോൾ ഗോൾഡിനായിട്ട് കമ്പയർ ചെയ്യാവുന്ന ഒരു സാധനം വെച്ചാൽ ഇക്വിറ്റിയാണ്. അപ്പോൾ പക്ഷേ ഗോൾഡിൻ്റെയും ഇക്വിറ്റിയുടെയും ഇത് നോക്കുന്ന ടൈമിൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് എടുത്ത് അല്ലെങ്കിൽ ഒരു SIP മോഡലിലൊക്കെ ഒരു പോർട്ട്ഫോളിയോ അവിടെ ബിൽഡ് ചെയ്യുക. അതിൽ നിന്ന് ഇതിനായിട്ട് മിക്സ് ചെയ്യേണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗം ഇതുകൂടെ ചോദിച്ചിട്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കും കേട്ടോ. പണിക്കൂലി ഇല്ലാതെ സ്വർണം വിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ ആക്ച്വലി അതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമാണോ, അതോ അതുകൊണ്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്വർണ്ണക്കടയിൽ പോയി ഒരു പണിക്കൂലി ഇല്ലാത്ത സ്വർണം ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആസ് എ കസ്റ്റമർ ഞാൻ വാല്യൂ കൽപ്പിക്കേണ്ടത് അവിടെ നിന്ന് തന്ന സ്വർണം അത് കറക്റ്റാണോ എന്ന് മാത്രമല്ല ഞാൻ നോക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഇതെനിക്ക് ഞാൻ പല ജ്വല്ലേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഒട്ടുമിക്കത് മറ്റേ 916 ഒക്കെ ഉള്ളതിൻ്റെ പേരിൽ എല്ലായിടത്തും ആ പ്യൂരിറ്റിയൊക്കെ എൻഷുർ ചെയ്തിട്ടാണ് ഇവർ വിൽക്കുന്നത്. അതിൽ മായം ചേർക്കൽ അതൊന്നും ഇപ്പോൾ പറ്റില്ല, പോസിബിൾ അല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റില്ല. പിന്നെ അതിൽ ചെയ്യാവുന്ന കാര്യം വെച്ചാൽ എനിക്കിപ്പോൾ പണിക്കൂലി ഇല്ല എന്നൊക്കെ പറഞ്ഞ് കസ്റ്റമേഴ്സിനെ എൻ്റെ ജ്വല്ലറിക്ക് കൊണ്ടുവരാനുള്ളൊരു മാർഗ്ഗമാണത്. ഒരു അഡ്വർടൈസ്മെൻറ്റ് മാർഗ്ഗമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയില്ലേ ഇതെല്ലാനും യാതൊരു വികാരമില്ലാത്ത ഡിസൈനില്ല അങ്ങനത്തെ ഇതാണ്. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നല്ല പണിക്കൂലി ഉണ്ടാവാറുണ്ട്. കാരണം ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ട്രഡീഷണൽ ഗോൾഡും മറ്റേതും മറിച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് അമ്മ എടുക്കണ ഗോൾഡിന് സിസ്റ്റർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അമ്മ എടുക്കണത് ഒട്ടും പണിക്കൂലി ഇല്ലാത്ത സാധനങ്ങൾ പോയിട്ട് എടുക്കണം. അതിന് യാതൊരുവിധ ഫാഷനോ ഒന്നും ഉണ്ടാവില്ല. അമ്മ നോക്കണത് വാല്യൂ ആണ്. പക്ഷേ സിസ്റ്റർക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റേ അപ്പം എൻ്റെ പൊന്നെ കല്യാണത്തിൻ്റെ ടൈമിൽ എന്തടിയാണ് വീട്ടിൽ നടക്കുന്നത്. കാരണം ഈ കൊച്ചിന് ഇഷ്ടപ്പെട്ടത് വരുമ്പോൾ പണിക്കൂലി വരും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ജ്വല്ലറിയിലാണെങ്കിൽ ഞാൻ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇത് കൂടുതലും അട്രാക്ട് ചെയ്ത് കസ്റ്റമേഴ്സിന് ഉള്ളിൽ കൊണ്ടുവരും. ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ അല്ലേ. എൻ്റെ അമ്മയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ ചെയ്യില്ല. എൻ്റെ അമ്മ ഇത്തിരി പൈസ കാര്യത്തിൽ ഇത്തിരി ഇതാണ്. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ എൻ്റെ വൈഫായാലും സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിലും ഇവർ ഇഷ്ടപ്പെട്ട ജ്വല്ലറിയുടെ പുറകിൽ പണിക്കൂലി ഒന്നും വിറ്റികൾ നോക്കാൻ പോണില്ല. ഇതേമാതിരിയാണ് ജനറലി കേരളത്തിലെ സ്ത്രീകളെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ എനിക്കിപ്പോഴും എനിക്ക് ഷൂവിനോട് ഇത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞാനിന്ന് ഈ പറഞ്ഞ സ്പോർട്സ് ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോണത് 50% ഡിസ്കൗണ്ടിൽ ഒരു 3000 രൂപയ്ക്ക് ഷൂ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ചെല്ലണത്. എനിക്കിഷ്ടപ്പെടുന്ന എല്ലാ ഷൂവിനും 50 രൂപ ആയിരിക്കും. അപ്പോൾ നമ്മൾ അവസാനം പിന്നെ ഇതിനിടയിലുള്ളൊരു സാധനം പോയിട്ട് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ എല്ലായിടത്തും നമ്മളെ കൊണ്ടുപോകേണ്ടത് ഞാൻ ഇന്ന് ഡിസ്കൗണ്ടുള്ളിടത്ത് ഞാൻ കയറി ചെല്ലുള്ളൂ. അപ്പോൾ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിന് മിക്കവാറും ഡിസ്കൗണ്ട് ഉണ്ടാവില്ല.
അത് നമുക്ക് കാശെടുത്ത് മേടിക്കും. അത് പിന്നെ നമ്മൾ അവസാനം അപ്പൊ ആളുകളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജിയുടെ ഭാഗം അതുമായിരിക്കാം. അപ്പോൾ എന്താണ് ഇതിന്റെ ബിഹൈൻഡ് നമുക്ക് അറിയില്ല. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ഈച്ച് ജ്വല്ലറി ആകുമ്പോൾ ഒന്നുകൂടി തപ്പി നോക്കുക എത്ര പണിക്കൂലി ഉണ്ടെന്നുള്ളത്, എന്നിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാനെന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പഠിക്കണം ഒന്നുകൂടെ ഇതിനെക്കുറിച്ച്. അല്ല, ഇതെന്നറിയാം, ഇത് പലപ്പോഴും പല കമ്പനീസും സീറോ. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയുക, ഇപ്പം എൻ്റെ ഒരു തോട്ടാണ്, ശരിയാണോ എന്നറിയില്ല, ഒരു പക്ഷേ മേ ബി ഇവർ സ്വർണത്തിന്റെ വില കുറഞ്ഞപ്പോൾ ഇവർ ഈ സാധനം വാങ്ങുന്നില്ല. അല്ല അല്ലേ, അത് നടക്കില്ല, അങ്ങനെയല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.